ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ M.Com 4th സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ മെയിനായിട്ട് നമ്മൾ 5 മൊഡ്യൂൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, സെക്കൻഡ് മൊഡ്യൂൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, തേർഡ് മൊഡ്യൂൾ ഓപ്ഷൻ കോൺട്രാക്റ്റ്, ഫോർത്ത് മൊഡ്യൂൾ റിസ്ക് പ്രൈസിംഗ് ഓപ്ഷൻ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂൾ സ്വാപ്പ്. ഇന്നിങ്ങനെ 5 മൊഡ്യൂളായിട്ടാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് ഇതിൽ അതിൻ്റെ ടൈപ്സും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയുള്ള ഓരോ ടൈപ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ, റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ദ വേർഡ് റിസ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് റെസ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്കം എന്ന വേർഡിൽ നിന്ന് ലാറ്റിൻ വേർഡിൽ നിന്നാണ് റിസ്ക് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. It refers to the chance that some unfavorable events will occur. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അൺഫേവറബിൾ ആയിട്ടുള്ള ഇവൻസുകൾ ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മെയിനായിട്ട് റിസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. റിസ്ക് ജനറലി മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ് ആൻഡ് ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് സം റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ ബട്ട് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് ലോസസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കിനെ മെയിനായിട്ട് അതിൻ്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത എന്നതാണ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ അവരുടെ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത അതിൽ നിന്ന് കുറച്ച് റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിസ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ റിസ്ക് ഫ്യൂച്ചറിൽ എന്തായിരിക്കും, അൺസർട്ടൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു റോമൻ, റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കോംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ എന്ന വ്യക്തി റിസ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റീവ്സ് അത് അക്കോംപ്ലിഷ്മെൻറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് അക്കോംപ്ലിഷ്മെൻറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അക്കോംപ്ലിഷ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുന്ന ആ ഒരു പ്രോബബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിസ്ക്. ദർ ആർ 5 ടൈപ്സ് ഓഫ് റിസ്ക്. ഫസ്റ്റ് വൺ, ഡിഫാൾട്ട് റിസ്ക്. ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ദ ബോറോവർ മേ ഫെയിൽ ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. സച്ച് എ റിസ്ക് ഈസ് കാൾഡ് ഡിഫാൾട്ട് റിസ്ക്. ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ ഇൻട്രസ്റ്റ് റേറ്റും പ്രിൻസിപ്പൽസ് എമൗണ്ടും അടയ്ക്കുന്നതിൽ കടം വാങ്ങുന്നയാൾ പരാജയപ്പെട്ടേക്കാം. അത്തരമൊരു റിസ്കിനെയാണ് നമ്മൾ ഡിഫാൾട്ട് റിസ്ക് എന്ന് വിളിക്കുന്നത്. ഫിനാൻഷ്യൽ റിസ്ക്. ദിസ് ഈസ് ദ റിസ്ക് ഓൺ അക്കൗണ്ട് ഓഫ് പാറ്റേൺ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പാറ്റേൺ കാരണം കൊണ്ട് ഉണ്ടാവുന്ന റിസ്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്ക്. ദിസ് അറൈസസ് ഡ്യൂ ടു ദ അൺസർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചറിനെ ആശ്രയിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നാച്ചറിനെ ആശ്രയിച്ചിരിക്കുന്ന റിട്ടേൺസിൻ്റെ അൺസർട്ടൈനിറ്റീസ് മൂലമാണ് ഈ പറയുന്ന ബിസിനസ് റിസ്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ലിക്വിഡിറ്റി റിസ്ക്. ദിസ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേർ ഇൻ ഇറ്റ് മെ നോട്ട് ബി പോസിബിൾ ടു സെൽ ദ അസറ്റ് ഓർ സ്റ്റോക്ക്. ഇറ്റ് ഈസ് ദ ഇൻഎബിലിറ്റി ടു മീറ്റ് ദ ലയബിലിറ്റീസ് ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദേ വാണ്ട് ടു വിഡ്രോ ദയർ മണി. ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇത് വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മെയിനായിട്ട് ലിക്വിഡിറ്റി റിസ്ക് സൂചിപ്പിക്കുന്നത്. ഇവിടെ കടം വാങ്ങുന്നവർ
എമൗണ്ട് പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ലയബിലിറ്റീസ് നിറവേറ്റാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ ലിക്വിഡിറ്റി റിസ്ക് എന്ന് വിളിക്കുന്നത്. മെച്യൂരിറ്റി റിസ്ക് ദിസ് അറൈസ് when the money was not received at the time of maturity of the security. സെക്യൂരിറ്റിയുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ എമൗണ്ട് ലഭിക്കാത്ത സമയത്താണ് ഈ പറയുന്ന റിസ്ക് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മെച്യൂരിറ്റി റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റിയുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ എമൗണ്ട് ലഭിക്കാത്ത സമയത്താണ് ഈ പറയുന്ന മെച്യൂരിറ്റി റിസ്ക് സംഭവിക്കുന്നത്. നെക്സ്റ്റ് മാർക്കറ്റ് റിസ്ക്. എന്താണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് റിസ്ക് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സെക്യൂരിറ്റീസ് ഫ്ലക്ച്വേറ്റ് വൈഡ്ലി വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് കോസസ് ചേഞ്ച് ഇൻ റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഈസ് നോൺ ആസ് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് റിസ്ക് ആണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളുടെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റികളുടെയോ മാർക്കറ്റിലെ പ്രൈസുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വ്യാപകമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ മാർക്കറ്റിലെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്നുള്ള റിട്ടേൺസിൽ വരുന്ന ചേഞ്ചസ്, ഇക്കാരണങ്ങളൊക്കെ മാർക്കറ്റിൽ എന്താണ് റിസ്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത്തരം റിസ്കുകളെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റ് റിസ്ക് ഈസ് ദ റിസ്ക് ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് ദ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്. മാർക്കറ്റ് റിസ്ക് ഈസ് ഓൾസോ കാൾഡ് സിസ്റ്റമാറ്റിക് റിസ്ക്. സെക്യൂരിറ്റികളുടെയും മറ്റ് അസറ്റുകളുടെയും മാർക്കറ്റിലെ പ്രൈസുകളിൽ വരുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസുകളിൽ നിന്ന് ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് റിസ്കിനെ നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും വിളിക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക്. ഫസ്റ്റ് വൺ ഇക്വിറ്റി പ്രൈസ് റിസ്ക്. ഇക്വിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ആർ ഹൈലി വൊളാറ്റിൽ. ഇക്വിറ്റി പ്രൈസ് റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. Thus equity price risk arises out of the changes in the price of equity shares. അപ്പോൾ ഇക്വിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസുകളുടെ പ്രൈസ് ഹൈലി വൊളാറ്റിലാണെന്നാണ് പറയുന്നത്. ഇക്വിറ്റി പ്രൈസ് റിസ്ക് ഇതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി വൊളാറ്റിലുമായിട്ടാണ് ഈ ഇക്വിറ്റി പ്രൈസ് റിസ്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇക്വിറ്റി ഷെയർസുകളുടെ പ്രൈസിൽ വരുന്ന ചേഞ്ചസുകളിൽ നിന്നാണ് ഈ പറയുന്ന ഇക്വിറ്റി പ്രൈസ് റിസ്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റൈറ്റ് റിസ്ക് അല്ലെങ്കിൽ പർച്ചേസ് റൈറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റൈറ്റ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റൈറ്റ്സ് ആൻഡ് ദ കറൻറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റൈറ്റ്. ഇറ്റ് യൂഷ്വലി അപ്പിയേഴ്സ് ത്രൂ ദ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ലൈക്ക് ബോണ്ട് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇവിടെ ഇൻട്രസ്റ്റ് റൈറ്റ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റൈറ്റും കറൻറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റൈറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റൈറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് റൈറ്റ് റിസ്കിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ വരുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികളിലെ ബോണ്ട്, ഡിബഞ്ചേഴ്സ് എന്നിങ്ങനെയുള്ളതിൽ മാർക്കറ്റിൽ വരുന്ന പ്രൈസിൽ വരുന്ന ചേഞ്ചസ് അവ മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റൈറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് കറൻസി ഓർ എക്സ്ചേഞ്ച് റൈറ്റ് റിസ്ക്. കറൻസി ഓർ എക്സ്ചേഞ്ച് റൈറ്റ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എക്സ്ചേഞ്ച് റൈറ്റ് ഫ്ലക്ച്വേഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓൺ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ ഫോറിൻ എക്സ്ചേഞ്ച് റൈറ്റിൻ്റെ എല്ലാ ഫ്ലക്ച്വേഷൻസുമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പൊട്ടൻഷ്യൽ ലോസസ് അറൈസിങ് ഔട്ട് ഓഫ് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പീസ് അഗെയിൻസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് കറൻസീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഇവിടെ പറയുന്നത് ഫോറിൻ കറൻസിക്കെതിരെയായിട്ട് റുപ്പീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ചേഞ്ചസുകളിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള ലോസിനെയാണ്, അല്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള പോസിബിലിറ്റി ഓഫ് ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന കറൻസി റിസ്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാർജിനിങ് റിസ്ക്. This arises from uncertain future cash outflow due to margin calls covering adverse value ചേഞ്ചസ് ഓഫ് എ ഗിവൺ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പൊസിഷനിൽ പ്രതികൂലമായിട്ട് വരുന്ന വാല്യൂസ്, ആ വാല്യൂസിൽ വരുന്ന ചേഞ്ചസ് ഉൾക്കൊള്ളുന്ന മാർജിൻ കോളുകൾ കാരണം ഫ്യൂച്ചറിൽ നമുക്ക് അൺസർട്ടൈനിറ്റി ആയിട്ടുള്ള ഒരു ക്യാഷ് ഔട്ട്ഫ്ലോയിൽ നിന്നാണ് ഈ പറയുന്ന റിസ്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് കമ്മോഡിറ്റി പ്രൈസ് റിസ്ക്. കമ്മോഡിറ്റി പ്രൈസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് അസറ്റ് ഓർ കമ്മോഡിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അസറ്റുകളുടെയോ ഗുഡ്സുകളുടെയോ പ്രൈസിലെ ചേഞ്ചസ് മൂലമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, കമ്മോഡിറ്റി പ്രൈസ് റിസ്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് പൊസസ്ഡ് ബൈ ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കൈവശമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റാണ് ഈ പറഞ്ഞ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ഫേം ഈസ് മീറ്റിംഗ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫേമിൻ്റെ ആ ഫേമിൽ അതിൻ്റെ പാർട്ട്നേഴ്സുകളുടെ എക്സ്പെക്റ്റേഷൻസ് എത്രത്തോളം അക്കോംപ്ലിഷ് ചെയ്യുന്നുവെന്ന് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. റെപ്യൂട്ടേഷൻ റിസ്ക് അറൈസസ് വെൻ ദ നെഗറ്റീവ് പബ്ലിസിറ്റി triggered by certain business event reduces the firm reputation. This result in loss of values എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബിസിനസ്സുകളിലെ ഇവൻറ്റുകൾ കാരണമാകുന്ന നെഗറ്റീവായുള്ള പബ്ലിസിറ്റീസ് ആ ഫേമിൻ്റെ റെപ്യൂട്ടേഷൻസ് കുറയ്ക്കുമ്പോൾ, ആ ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ കുറയ്ക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു റെപ്യൂട്ടേഷൻ റിസ്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദ മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക്. റിസ്ക് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് മീൻ റിസ്ക് റിഡക്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു മെയിൻ്റെനൻസ് ഓഫ് റിസ്ക് അറ്റ് എ ഡിസയേർഡ് ലെവൽസ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്നത് മാനേജിങ് ഓഫ് ദ റിസ്ക് എന്നാണ് മെയിനായിട്ട് അതിനെ സൂചിപ്പിക്കുന്നത്. വെച്ചാൽ റിസ്ക് മാനേജ്മെൻറ്റിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ് എന്നത് റിസ്ക് കുറയ്ക്കൽ എന്നതല്ല ഉദ്ദേശിക്കുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ റിഡ്യൂസ് ദ റിസ്ക് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് അവിടെ റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ആവശ്യമുള്ള എല്ലാ ലെവൽസുകളിലേക്കും ആ ലെവൽസുകളിലേക്കൊക്കെ എന്താണ് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് മെയിനായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ it is defined as the process of planning, organizing, directing and controlling the resources and activities of an organization in order to minimize the adverse effect of potential losses at the at least possible cost. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ള ആ ലോസിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന റിസൾട്ട്, ആ റിസൾട്ടിൽ എന്താണ് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ റിസോഴ്സുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും പ്ലാനിങ്ങും കൺട്രോളിങ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ റിസ്ക് മാനേജ്മെൻറ്റിലൂടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമുക്ക് സാധ്യമായ ലോസിനെ പ്രതികൂലമായിട്ട്
ബാധിക്കുന്ന റിസൾട്ട് അത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുറയ്ക്കുന്നതിന് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ റിസോഴ്സുകളും പ്രവർത്തനങ്ങളും പ്ലാനിങ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നിവയാണ് ഇതിനെ മെയിനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, നീഡ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ്. ദർ ആർ ദ 5 points ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. 5 points ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകതകൾ എന്തെല്ലാം എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഡൈനാമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ്, ആ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഡൈനാമിക് എൻവയോൺമെൻറ്റ് അത് മെയിനായിട്ടുള്ളൊരു ആവശ്യകതയാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിൽ. എന്തുകൊണ്ടാണത് അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിലാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ എന്താണ് ചേഞ്ച് ബ്രിങ്സ് ടു ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് മാറ്റങ്ങളും അതുപോലെ തന്നെ ആ മാറ്റങ്ങൾ എന്താണ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസുകളും അല്ലെങ്കിൽ ത്രെത്തുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് റിസ്ക് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ എന്താണ് അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കനോട്ട് ബി എക്സ്പ്ലോയിറ്റഡ് എന്നാണ് പറയുന്നത്. റിസ്ക് പ്രോപ്പറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദ ഓപ്പർച്യൂണിറ്റീസ് കനോട്ട് ബി എക്സ്പ്ലോയിറ്റഡ്, ദെൻ അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുമാത്രമല്ല അതിനിടയിൽ നമുക്ക് എന്താണ് ഈ ത്രെത്ത് ഇല്ലാതാക്കാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഷോർട്ട് കേസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ ദ ഷോർട്ട് ഓഫ് സെൻസസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, പ്രോപ്പറായിട്ട് നമുക്ക് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അഭാവത്തിൽ ബിസിനസ്സിന് നേടുന്ന റിസൾട്ടുകൾ ആ റിസൾട്ടുകളിൽ നമുക്ക് എന്താണ് ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു പാർട്ട് നമുക്ക് വഹിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. റിസ്ക് മാനേജ്മെൻറ്റ് കേസിൽ കമ്പനിയുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്മാരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ അസറ്റ് പരമാവധി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഒരു കമ്പനിയുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഥവാ ഫേമിൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ്സുകളും നേടുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുകൾ എടുക്കുന്ന ഏജൻറ്റുമാരെ ഷെയർ ഹോൾഡേഴ്സ്മാർ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സുകളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ അസറ്റ് അത് പരമാവധിയാക്കുന്നതിന് അവിടെ റിസ്ക് കുറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോപ്പർട്ടി പരമാവധി ആക്കുന്നത് നമുക്ക് റിസ്ക് എന്താണ് കുറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സർവൈവൽ ആൻഡ് ഗ്രോത്ത് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ബിസിനസ്സുകളിലും അതിൻ്റേതായിട്ടുള്ള അൺസർട്ടൈനിറ്റീസ് ഒക്കെ എന്താണ് ചുറ്റിപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതിൻ്റേതായുള്ള അൺസർട്ടൈനിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ അൺസർട്ടൈനിറ്റീസുകൾ റിസ്ക്കുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ എന്താണ് ബിസിനസ്സുകളിൽ റിസ്ക് ഉൾപ്പെടുകയും റിസ്ക് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് അതിൻ്റേതായിട്ടുള്ളൊരു നിലനിൽക്കാനും എന്ന് വെച്ചാൽ അവിടുത്തെ ബിസിനസ്സിന് അത് നിലനിൽക്കാനും അത് ഗ്രോത്ത് ചെയ്യാനും ഒന്നും സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ധാരാളം ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത്തരം ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളിൽ ബിസിനസ്സിന് യാതൊരു തരത്തിലുള്ള കൺട്രോളിങ്സും ഉണ്ടായിരിക്കില്ല. ഇവിടെ പറയുന്നത് അടിയന്ത്രിതമായിട്ട് വരുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം ബിസിനസ്സിൻ്റെ റിസ്കുകൾ ആ റിസ്കിൻ്റെ പോസിബിലിറ്റിയിലാണ് മെയിനായിട്ട് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ബിസിനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.